വേൾഡ് കപ്പ് 2026 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 3 ടീമുകളാണ് കഴിഞ്ഞ ദിവസം മത്സരിച്ചത്. ഏതൊക്കെയായിരുന്നു ആ ടീമുകൾ? ഫസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോയുടെ മാച്ച് ആയിരുന്നു നടന്നത്. അതിൽ ഇംഗ്ലണ്ട് ഒരു ഗംഭീര വിജയം നേടിക്കൊണ്ടാണ് ആ ഒരു മാച്ച് അവസാനിച്ചത്. 2-1 എന്നുള്ളൊരു നിലയിലേക്കായിരുന്നു ആ ഒരു മാച്ച് അവസാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വന്നത് ബെൽജിയം വേഴ്സസ് സെനഗലിന്റെ മാച്ച് ആയിരുന്നു. അതും ഒരു ഗംഭീര വിജയം അല്ലെങ്കിൽ അട്ടിമറി വിജയം സാക്ഷ്യം വഹിച്ച ഒരു ദിവസമായിരുന്നു ബെൽജിയത്തിന്. അപ്പൊ ബെൽജിയം 3-ഉം സെനഗൽ 2-ഉം അങ്ങനെയായിരുന്നു സ്കോർ നിലവാരം ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് USA വേഴ്സസ് ബോസ്നിയ. അതിൽ USA 2-ഉം ബോസ്നിയ 0 എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു മാച്ച് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നലത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഒരുപാട് അട്ടിമറികൾ നടന്ന ഒരു ദിവസമായിരുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയം, പ്രതീക്ഷിക്കില്ല, നല്ല വമ്പൻ ടീമുകൾ ഇറങ്ങിയിട്ടും അവർ വിജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്ത് അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം എന്തായാലും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിൽ വരുന്ന ഒരു മാച്ചസ് ആയിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നേരിട്ട് നമുക്ക് മത്സരത്തിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മാച്ച് വരുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ ആയിരുന്നു. 2-1 ആയിരുന്നു അവരുടെ സ്കോർ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മത്സരത്തിലൂടെ ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ പകുതിയിൽ പിന്നിലായ ഇംഗ്ലണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് അവർ തിരിച്ചു പിടിക്കുന്നത്. അവരുടെ പോരാട്ടവീര്യം തിരിച്ചു പിടിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതും ഹാരി കെയ്ന്റെ 2 ഇരട്ട ഗോളുകളിലൂടെയാണ്. ടീമിന്റെ നിർണായകമായ ഒരു നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ലാതെ ഇരുന്ന അവർ ഹാരി കെയ്ന്റെ ഇരട്ട ഗോളുകളിലൂടെ സെക്കൻഡ് ഹാഫിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാമതെത്തുന്നത്. ഫസ്റ്റ് വരുന്നത് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് കോങ്കോന്റെ ഒരു ഗോളായിരുന്നു ഫസ്റ്റ് വരുന്നത്. 7ാമത്തെ മിനിറ്റിലാണ് സിപ്പെങ്ക എന്ന് പറയുന്ന പ്ലെയർ കോങ്കോയ്ക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പോഴേ ഒരു വലിയൊരു നിരാശ ഇംഗ്ലണ്ട് ഫാൻസിന്റെ മുഖത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേടി ഇംഗ്ലണ്ട് ഫാൻസിന് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇംഗ്ലണ്ടിന്റെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75ാമത്തെ മിനിറ്റും 86ാമത്തെ മിനിറ്റിലുമാണ് ഹാരി കെയ്ൻ ഗോൾ അടിച്ചിരിക്കുന്നത്. ഹാരി കെയ്നെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ആന്റണി ഗോർഡൻ. ഇവരുടെ ഒരു കോംബോയിലായിരുന്നു ആ 2 ഗോളുകളും പിറന്നിരുന്നത്. അതും സെക്കൻഡ് ഹാഫിൽ നമുക്ക് കോങ്കോ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് സമയത്താണ് ഈ 2 ഗോളുകളും ഹാരി കെയ്ൻ അതുപോലെ തന്നെ ആന്റണി ഗോർഡൻ എന്നിവരുടെ കോംബോയിൽ ആ ഗോളുകൾ പിറന്നതും ഇംഗ്ലണ്ട് വിജയിച്ചത് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാണെങ്കിൽ ബെൽജിയം വേഴ്സസ് സെനഗലിന്റെ മാച്ച് ആയിരുന്നു. അതിൽ ബെൽജിയം 3-ഉം സെനഗൽ 2-ഉം എന്നൊരു സ്കോർ നിലയിലാണ് ആ ഒരു മാച്ച് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചിലും ബെൽജിയം തോൽക്കും എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം സെനഗലിന്റെയാണ് ആദ്യത്തെ ഗോൾ വരുന്നത്. അപ്പൊ സെനഗലിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് 24ാമത്തെ മിനിറ്റിലാണ്. ഡയറ എന്ന് പറയുന്ന പ്ലെയർ ആണ് സെനഗലിന് വേണ്ടി ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പോഴേ ബെൽജിയം കളിക്കാർക്കൊരു ആശങ്കയ്ക്ക് വയ്ക്കുന്നൊരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആരാധകർക്കും ഒരു നിരാശ ഉളവാക്കിയിട്ടുള്ള ഒരു മാച്ചായിട്ട് മാറി. പിന്നെ വീണ്ടും വരുന്നത് സെനഗലിന്റെ സ്കോർ തന്നെയാണ്, അല്ലെങ്കിൽ സെനഗലിന്റെ ഗോൾ തന്നെയാണ്. സർ എന്ന് പറയുന്ന പ്ലെയർ 51ാമത്തെ മിനിറ്റിലാണ് സെനഗലിന് വേണ്ടി 2ാമത്തെ ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പോഴേ അവർക്കൊരു ലീഡ് അവിടെ നേടാൻ കഴിഞ്ഞു. 2-0 അവരുടെ ഒരു ലീഡായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ബെൽജിയം ജയിക്കില്ല, അല്ലെങ്കിൽ 2 ഗോളിന്റെ ലീഡിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഫുട്ബോൾ ആകുമ്പോൾ പലതും മാറാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ തെളിയുന്നത്. ഒരുപാട് കാര്യങ്ങൾ മാറി മറിയാൻ ചാൻസ് ഉള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. അങ്ങനെ വന്ന് 86ാമത്തെ മിനിറ്റിലാണ് ബെൽജിയത്തിന്റെ ആദ്യത്തെ ഗോൾ വരുന്നത്. ലുക്കാക്കു എന്ന് പറയുന്ന പ്ലെയർ ആണ് ബെൽജിയത്തിന് വേണ്ടി ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. അതും 86ാമത്തെ മിനിറ്റിലാണ്. പിന്നെ വരുന്നത് 89ാമത്തെ മിനിറ്റിലാണ്. ടിലെമാൻ എന്ന് പറയുന്ന പ്ലെയർ ആണ്, ബെൽജിയത്തിന്റെ പ്ലെയർ ആണ് 89ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ നേടിക്കൊടുത്ത് അതൊരു സമനിലയാക്കി മാറ്റുന്നത്. പിന്നെ വരുന്നത് 120, അങ്ങനെ ഒരു സമനിലയായിട്ട് മാറുകയും എക്സ്ട്രാ ടൈം കൊടുക്കുകയും അതിൽ 125ാമത്തെ മിനിറ്റിൽ ഒരു പെനൽറ്റി ഷൂട്ട് വഴിയാണ് ബെൽജിയത്തിന് വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ബെൽജിയം വേഴ്സസ് സെനഗലിന്റെ മാച്ച്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ബെൽജിയത്തിന് അവിടെ ഒരു കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഇനി പ്രീ ക്വാർട്ടറിലേക്ക് കയറുന്ന ഒരു കാഴ്ച അങ്ങനെ കണ്ടു. സെനഗൽ കയറുമെന്ന് വിചാരിച്ച ഒരു മാച്ചിൽ ലാസ്റ്റത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് സെക്കൻഡ് ഹാഫില് ഗോൾ എന്നുള്ള രീതിയിലുള്ള ഇതിലായിരുന്നു ആ ഒരു ബെൽജിയത്തിന്റെ മാച്ച്. അപ്പൊ നമുക്ക് പറയാം സെനഗലിന്റെ ഡിഫൻസീവ് സൈഡ് മേ ബി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടായിരിക്കാം 3 ഗോളുകളും അവർക്ക് അടിക്കാൻ പറ്റിയതെന്ന് പറയേണ്ടി വരും. പിന്നെ അടുത്ത മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA വിസിസ് ബോസ്നിയ ആണ്. അത് 2-0 എന്നതായിരുന്നു അവരുടെ ഗോൾ സ്കോർ എന്ന് പറയുന്നത്. ഫൊലാരി ബലോഗൻ, മാലിക് ടിൽമാൻ എന്നിവരാണ് USAക്ക് വേണ്ടി 2 ഗോൾ അടിച്ചത്. അതും 64ാമത്തെ മിനിറ്റിലും 82ാമത്തെ മിനിറ്റിലുമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് റെഡ് കാർഡുകൾ ഉണ്ടായ ഒരു മത്സരം കൂടിയായിരുന്നു USA വിസിസ് ബോസ്നിയ. കാരണം നമുക്ക് ഗോൾ അടിച്ച ഫൊലാരിൻ ബലോഗന് 64ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കാരണം പുറത്തു പോകേണ്ട ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ബോസ്നിയൻ താരം താരിഖ് മുഹറേമോവിച്ചുമായെതിരെ ഒരു ഫൗൾ
ഫൗൾ നടന്നു. അതിന്റെ ബേസിലാണ് റെഡ് കാർഡ് കിട്ടിയതും നമ്മുടെ ബലോഗൻ പുറത്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. എന്നാലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഇവർ ഇപ്പൊ 10 പേരായി ചുരുങ്ങിയെന്നുണ്ടെങ്കിലും വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ശക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് 2-0 എന്ന സ്കോറിൽ USA അവരുടെ സ്കോർ റേറ്റ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ദിവസത്തെ മാച്ച് നോക്കാം. ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്ന മാച്ചസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പം നാളെ രാവിലെ 12:30 സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയയുടെ മാച്ച് വരുന്നത്. പിന്നെ വരുന്നത് 4:30 പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാച്ചാണ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. രണ്ടും നല്ല കിടിലൻ ടീമാണ്. ഒരുപാട് ആരാധകരുള്ള 2 ടീമാണ്. ഇപ്പം റൊണാൾഡോ ആയാലും ലൂക്ക മോഡ്രിച്ചിനായാലും രണ്ടുപേർക്കും ഒരുപാട് ആരാധകർ ഉള്ളൊരു ടീമുകളാണ് ഇറങ്ങാൻ പോകുന്നത് 4:30. രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയയുടെ മാച്ച് നടക്കുന്നുണ്ട്. അതുപോലെ രാത്രി 11:30 ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്തിന്റെ മാച്ചും. ഇതൊക്കെയാണ് നാളത്തെ ഒരു മാച്ചസ് എന്ന് പറയുന്നത്. അപ്പം സ്പെയിനും പോർച്ചുഗൽ ക്രൊയേഷ്യ ഇവരുടെയൊക്കെ മാച്ചസ് കാണാനായിട്ട് ആരാധകർ വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും നെക്സ്റ്റ് ഡേയിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത ദിവസത്തെ മാച്ചുകളും അവരുടെ സ്കോർ റേറ്റുകളും പുതിയ അപ്ഡേറ്റുമായി നാളെ വീണ്ടും കാണാം.